ആദരണീയനായ ഈ സായന്തന സമ്മേളനത്തിന്റെ അധ്യക്ഷത നൽകിയിരിക്കുന്ന ശ്രീ PS പ്രേംനാഥ് ദീപരാജ്, സ്വാഗതം ആശംസിച്ച ഈ നാട്ടിലെ ഏറ്റവും പഴക്കമുള്ള ശില്പിയും ചിത്രകാരനുമായ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തിൻ്റെ അച്ഛൻ കൂടിയായ TV കൊച്ചിൻ അവർക്ക്, ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ നാടിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക വേദിയിൽ ഇപ്പോൾ നിറസാന്നിധ്യമായിരിക്കുന്ന ശ്രീമൻ ഗിരീഷ് സർ അവർ, ഈ വേദിയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് കൂടുതലും അറിയില്ല. കാരണം രാവിലെ ഹരിപ്പാട് ഒരു അവാർഡ് ദാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മധു ഇറവങ്കൽ സാറ് തുടക്കം കുറിക്കുന്ന ഒരു ട്രസ്റ്റിന്റെ മാവേലിക്കലിലെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നതുകൊണ്ട് അല്പം താമസിച്ചു പോയി. കണ്ട് സ്വാഗതം സ്വഗതമായിട്ട് തന്നെ എനിക്കിരിക്കുക. എനിക്ക് എന്താണ് നമ്മളുടെ ലക്ഷ്യം എന്നൊക്കെയുള്ള കാര്യം സ്വാഭാവികമായിട്ട് ഉപക്രമത്തിലും അതിൻ്റെ അധ്യക്ഷൻ പറഞ്ഞു കാണും, കേൾക്കാൻ കഴിഞ്ഞില്ല. ദ്രാവിഡം ഒരിക്കലും ദ്രവീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയല്ല എന്ന് മാത്രം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കൃതിയിലേക്ക് ഈ പാലപ്പറ്റിടുന്നത് പോലെ നടുക്കോട്ട് ഒഴിച്ചു കഴിഞ്ഞിരുന്നാൽ അതെടുത്തൊന്ന് കറക്കും. ഇങ്ങനെ എടുത്തിട്ട് തിരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അരിക് ഒരു വലയുടെ ആകൃതിയിൽ അതെല്ലാം ഉണ്ടാക്കിയവർക്ക് അറിയാം ആകും. മറ്റൊരു സംസ്കൃതിയുടെ കടന്നുവരവ് വേറൊരു സംസ്കൃതിയുടെ കൂട്ടത്തിൽ ചേരുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് മന്ദീഭവിക്കും. രണ്ട് സാധനങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന സന്ദർഭത്തിൽ വെള്ളവും പാലും തമ്മിൽ ചേരുന്നത് പോലെയും ഒക്കെ സുഗന്ധവും ഒപ്പം തന്നെ വായുവും ഇടകല്ലുന്നത് പോലെ ഇഴുകി ചേരുമ്പോൾ മറ്റൊരു അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടും. ഇവിടെ ഗിരീഷാൻ പറഞ്ഞു ആര്യ സംസ്കാരത്തിന്റെ വരവ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ നാം ഒരു സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയിലാണ്, അല്ലെങ്കിൽ സാധാരണത്വമായിരുന്നു ദ്രാവിഡ വിഭാഗത്തിന്റെ എന്ന് പറയപ്പെടുന്നത്. ഇതൊരു വിഭാഗമായിട്ടല്ല. അസീമിതം തമോഭൂതം അപ്രജ്ഞാതം അലക്ഷണം അപ്രത്യർക്കം അഭിജ്ഞേയം പ്രസുപ്തം ഇവ സർവദാ. എല്ലാവരുടെയും ഉള്ളിൽ ഈ സംസ്കൃതി അസീമിതം തമോഭൂതം എല്ലാം ഇരുളിൽ മൂടിക്കിടക്കുകയായിരുന്നു. ആ ഇരുളിൽ മൂടിക്കിടന്നിരുന്ന അവസ്ഥയിൽ പ്രസുപ്തം ഇവ സർവദ, എല്ലാം പ്രസുപ്തമായത് ഒരു വെളിച്ചം കൊണ്ടാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ ഈ അടുത്ത സമയത്ത് ഈ വാട്സാപ്പൊന്നും എനിക്കില്ല, എങ്കിൽ പോലും ഒരു കുട്ടി തന്റെ കടൽക്കരയിലുള്ള കാർപ്പാളിൽ കാറ്റടിച്ചപ്പോൾ പറന്നു പോയത് പിടിച്ചുകൊണ്ട് നിൽക്കും. അതിന്റെ 3, 4, 5 വയസ്സ് കാണും. 5 വയസ്സ് കാണത്തില്ല. ആ കാറ്റ് അടിച്ച് ഇങ്ങനെ പറക്കുന്ന സന്ദർഭത്തിൽ ഇവന്റെ കസേര പറന്ന് കുറെ ദൂരെ പോയി. ഉടൻ തന്നെ ഇവൻ ഇത് വിട്ടിട്ട് ആ കസേര എടുക്കാൻ പൊക്കുന്നില്ല, വലിച്ചുകൊണ്ട് ഈ സ്ഥലത്തേക്ക് വരുന്നതായ ഒരു ചിത്രം കണ്ടു. പിടിച്ചു നിൽക്കുവാനുള്ള ശേഷി, ഏതെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പുഴയുണ്ടെങ്കിൽ അതിന്റെ രണ്ടരികിലും നിൽക്കുന്ന വൃക്ഷങ്ങൾ തീർച്ചയായിട്ടും തണൽ തരുവാൻ ആ വഴിയിലേക്ക് ചായുമ്പോൾ സംഭവിക്കുന്നത് നേരെ വിപരീതമായിട്ട് ഉള്ള വേരിനേക്കാൾ ഉറപ്പും കരുത്തും ഇതിന്റെ വഴിയിലേക്കുള്ള ആ വേരായിരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോൾ ഭാരം കൂടുന്നതിനനുസരിച്ച് മറ്റേത് ഇതിന് വിപരീതമായിട്ടുള്ള വേരുകൾ ഉറപ്പായില്ല എങ്കിൽ മറിഞ്ഞു വീഴും. അപ്പൊ ഒരു സംസ്കൃതിയിൽ നിന്നും മറ്റൊരു സംസ്കൃതിയിലേക്കുള്ള കടന്നുകയറ്റം, അത് കടന്നുകയറ്റമല്ല, ഒരു ലയനമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏത് സംസ്കൃതിയും വന്നു കയറിയപ്പോൾ അതിനെ സ്വമേധയാ സ്വീകരിച്ചിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഒരു പക്ഷേ ഇപ്പൊ വടക്കേന്ത്യയും തെക്കേന്ത്യയും തമ്മിൽ തരംതിരിക്കേണ്ട കാര്യമില്ല. ഒരു സംസ്കൃതിയുടെ വരവ് ആരുടെയെങ്കിലും ഉള്ളിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അത് ഏത് വിധത്തിലും ആകാം. ഇപ്പൊ ന്യൂട്ടൺ ഒരു
ആപ്പിൾ വീഴുന്നത് കണ്ടു. അതിനു മുമ്പും പലരും ആപ്പിളും വീണിട്ടുണ്ട്, ആപ്പിൾ കണ്ടിട്ടുമുണ്ട്. ചിലർ തന്നെ നോക്കി നിന്നിട്ട് വീണിട്ടുമുണ്ട്. പക്ഷെ ആരും തന്നെ ഭൂഗുരുത്വാകർഷണത്തെ പറ്റി പഠിച്ചു തുടങ്ങിയില്ല. അപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ആധികാരികമായി കടന്നു കയറുവാനുള്ള ഒരു മേധ അവരവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നട്ടുപിടിപ്പിക്കുന്നതിന് പ്രത്യേകമായ ഒരു പഴുതുണ്ട്. ഇപ്പൊ ദ്രവീഡിയൻസിന്റെ അല്ല ദ്രാവിഡ വിഭാഗം എന്ന് പറയപ്പെടുന്നതായ മനുഷ്യകുലത്തിന്റെ ആദിഭാവം എന്ന് തന്നെ എടുക്കാം. അവർക്ക് അവരിൽ നിന്നും ഈ അല്പം മുമ്പ് പറഞ്ഞ ആ കുട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവന്റെ അച്ഛൻ അവിടെ ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വേണം ഇതിനെല്ലാം ഇറങ്ങിത്തിരിക്കേണ്ടതെന്നുള്ളത് കൊണ്ടാണ് ആ ടാർപ്പാളിന്റെ അറ്റത്ത് പിടിച്ചതും പറന്നുപോയ കസേര എടുക്കാൻ. അപ്പൊ ആ കുട്ടിക്ക് താൻ തന്നെ സ്വബോധം ഇത് കുറച്ച് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. എന്നെ ഞാൻ തന്നെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് അറിയുക? പ്രഥമ വൈശ്യദത്തം ദ്വയമൽപ്പം സ്മരന്തം ശിരസി നിരഭാരാം നരികേലാം നരാണാം സലിലം അമൃതകൽപ്പം ദത്തി രാജീവനാന്തം നഖീകൃതം ഉപകാരം സാധവോ വിസ്മരന്തി. ഒരു തൈത്തെങ്ങ് കൊണ്ട് നടുന്ന സന്ദർഭത്തിൽ ഈ തൈത്തെങ്ങിന് നമ്മൾ അല്പം ഞാൻ പച്ചക്കറി കഴിക്കുക വെള്ളവും പാത്രം തേച്ച് കഴിക്കുക ചാരവെള്ളവും ഒക്കെ കൊണ്ടുവരുന്നതിന്റെ ചൂടെടുത്ത് ഇതവിടെ നിൽക്കും. ശുദ്ധവെള്ളം വല്ലതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന ഒരിക്കലും കൊണ്ടുവന്ന് വീട്ടിൽ ആരും ഒഴിച്ച് കണ്ടിട്ടില്ല, അഴുക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഇതിൽ നിന്നും ഭൂമിയിലേക്ക് പോകുന്ന ആ വെള്ളത്തെ കുടിച്ച് ഈ തെങ്ങ് ഈ ആളിനെ നോക്കുകയാണ്. നോക്കുന്നത് എന്താ? എനിക്കവൻ വെള്ളം തന്നു. അഴുക്കാണോ ചീത്തയാണോ അതിനകത്തിൽ എന്തെല്ലാം മലീവസമായ അവസ്ഥയുണ്ടെന്നൊന്നും തെങ്ങ് നോക്കുന്നില്ല. ഉപകാരമാണ് പടി. അത് പ്രഥമ വയസ്സി ദത്തം തോയം അല്പം സ്മരന്ത. അല്പവെള്ളം ചെറുപ്പ കാലഘട്ടത്തിൽ കൊടുക്കുന്നത് കൊണ്ട് അതായത് ഈ കുട്ടികളൊക്കെ ഇപ്പോൾ തന്നെ ഇതിന്റെ ആധികാരികത പഠിച്ചു വരികയാണെങ്കിൽ, അത് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ പഠിച്ചു വരികയാണെങ്കിൽ അവരുടെ ഉള്ളിൽ രൂഢമൂലമായ ഒരു ദ്രവീഡിയൻ കൾച്ചർ ഉടലെടുക്കും. തമിഴ്നാട്ടുകാർ വിട്ടുകളയാത്തത് കൊണ്ട് ഇന്നും അവിടെ അതിനൊക്കെ നല്ല കൊഴുപ്പും പ്രാധാന്യവും. നമുക്ക് വരുന്നതെല്ലാം നമ്മൾ ഇന്ന് സ്വീകരിക്കും. അപ്പുറത്തെ വീട്ടിൽ കഞ്ഞി വെച്ചില്ല, ബേക്കറിയിൽ പോയി സാധനം വാങ്ങി അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി അപ്പൊ വിളിച്ചു പറഞ്ഞാൽ മതി, വീട്ടിൽ കൊണ്ടുതന്ന് തരും. ആ ചൂട് വേണമെന്ന് പറയുമ്പോൾ 3-4 മണിക്കൂറിന് മുമ്പ് വെച്ച സാധനം ചൂടാക്കി കൊണ്ടുവന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് തരും. ഇന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥാന്തരങ്ങളൊക്കെ നമുക്ക് പിന്നെ അറിയാവുന്നതാണ്. അത് നമ്മുടെ കുഴപ്പമായിട്ടേ പറയത്തുള്ളൂ, ആ സാധനത്തിന്റെ ആയിട്ട് പറയത്തില്ല. അപ്പൊ ഇവിടെ ഈ കിട്ടിയിരിക്കുന്ന വെള്ളം കൊണ്ട് തന്നെത്താനെ വളർന്നു വന്നിരുന്നതായ ആ തൈത്തങ്ങ് സ്വമേധയാ ഉദ്ദേശിക്കുന്നത് ഇതാണ്: തനിക്ക് അവർ ചെയ്ത ഉപകാരം, അതാ ഉപകാരത്തെ വിസ്മരിച്ചു കളയരുത്. ഇത് ഈ സാധാരണക്കാർക്ക് ഉപകാരത്തെ ഒരിക്കലും വിസ്മരിക്കരുത്. ഒരല്പം മുതിർന്നോ എന്ന് തോന്നിക്കഴിഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ തന്റെ വർണ്ണം മാറി എന്ന് തോന്നിക്കഴിഞ്ഞിരുന്നാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില പ്രത്യേകത. അത് എനിക്ക് തോന്നുന്നത് വൈദിക കാലത്തിൽ ജാതി മതങ്ങളൊന്നുമില്ല. ആദ്യകാലത്ത് സൂര്യനെ തന്നെ കണ്ടുകൊണ്ടായിരുന്നു എല്ലാവരും ഈ പ്രപഞ്ചത്തെ കണ്ടിരുന്നത്. സൂര്യനായിരുന്നു അത്. നഭൂമന്ത ജലം ഛായുവാൻ അതേജോ നജുവായുവാൻ അജാകാശ നജിതൻ ഛാന ബുദ്ധിക്രാണ ഗോചരക നജ ബ്രഹ്മന വിഷ്ണുജാന രുദ്രശ്ചതാരകഃ സർവശൂന്യേ നിരാലംബേ സ്വയംഭൂ വിശ്വബ്രഹ്മണ. അപ്പൊ വിശ്വബ്രഹ്മമായിട്ടാണ് ഈ പറഞ്ഞ സൂര്യനെ എല്ലാവരും കണ്ടിരുന്നത്. ഈ ബ്രഹ്മം തന്നെ ഭാരതീയമായ ആ സനാതന ധർമ്മത്തിൽ പരാമർശിക്കപ്പെടുന്നതായ ബിംബം തന്നെയാണ്. അപ്പൊ പ്രകാശത്തെയാണ് ദൈവമായിട്ട് ഇവിടെ കണ്ടത്. ഇവിടെ പ്രത്യേക ഒരു രൂപമൊന്നുമില്ല. അത് കാലാന്തരത്തിൽ വന്ന വൈദിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ രൂപാന്തരങ്ങൾ ഉണ്ടായി. അഥവാ സാധാരണക്കാർക്ക് ഈശ്വരൻ ആരെന്ന് തിരിച്ചറിവില്ലാതെ വന്നപ്പോൾ അത് തിരിച്ചറിയുന്നതിന് വേണ്ടി തന്റെ തന്നെ ചില പ്രതിരൂപങ്ങളെ വൈദിക കാലഘട്ടത്തിൽ സൃഷ്ടി ചെയ്യപ്പെട്ടതാണ്. പിൽക്കാലത്ത് ദേവതാ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ വിഗ്രഹാരാധനയോ മറ്റോ ഒക്കെ തോന്നിയിട്ട് ഇത് തന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആളിനെ തന്നെ കാണുവാൻ കഴിയുന്ന ഒരു ക്രിയേറ്റർ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എനിക്കിപ്പോ നിലനിൽപ്പ് വേണമെങ്കിൽ, എനിക്കിപ്പോ മാവേലിക്കര പോണ ഉടനെ ബസ് കിട്ടിയ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂട്ടത്തിൽ കയറി അവിടെ ചെന്നു കാര്യം കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഇവിടെ എത്തും. ആ എത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം നമ്മുടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അറിയപ്പെടാത്ത ഒരു തോന്നലുണ്ട്. അടുത്ത ഭാഷണങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടും, ആദ്യം അദ്ദേഹത്തിനായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, എങ്കിലും ഈ ദ്രാവിഡ വർഗ ഐക്യമുന്നണിയോട് അല്ലെങ്കിൽ
DCUF ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അടുത്ത പ്രാവശ്യം ഇതിലേക്ക് അനവധി ആൾക്കാരെ കയറി ഇതിനകത്തൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ ഒരു മതപരമായ കാഴ്ചപ്പാടുകളോ ഉണ്ടാകാൻ പാടില്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. ഒരു സംസ്കൃതിയുടെ ഭാവം വേണം. ആ സംസ്കൃതിയുടെ ഭാവമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രാഷ്ട്രീയക്കാരും ഒക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രത്യേകമായ ഒന്നിന്റെയല്ല, എല്ലാത്തിന്റെയും ഉൾക്കൊള്ളുന്ന എല്ലാം കൂടി ചേരുന്നതാണ് ഒരു സംസ്കൃതി. അതിൽ ആശാൻ പഠിപ്പിച്ച അക്ഷരങ്ങളിൽ തന്നെയാണ് അസഭ്യവും വിളിച്ചിരിക്കുന്നത്. എന്തിനാ ആശാൻ പഠിപ്പിക്കാത്തൊക്കെ നമ്മൾ പറയാറില്ലല്ലോ. ദേഷ്യം കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർ പറയുന്നതൊക്കെ അങ്ങനെ ആയിരിക്കാം. എങ്കിൽ പോലും അത് കുടുംബത്തിൽ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. കാരണം അടുത്ത തലമുറ ആ സംസ്കൃതി അങ്ങ് പഠിക്കും. അവരൊറ്റ പുറത്തെന്ന് പറഞ്ഞാൽ മതി, ഉടൻ തന്നെ അവൻ ക്യാച്ച് ചെയ്യും. അതൊക്കെ ന്യൂട്രലോ പറഞ്ഞാൽ അവൻ പഠിക്കത്തില്ല, അത്രയും ഒക്കത്തില്ല. മുന്നപ്പട്ടികയൊന്നും അവൻ പഠിക്കത്തില്ല. പക്ഷെ ഇത് അച്ഛൻ ഒന്നും പറഞ്ഞാൽ മതി, അമ്മയെ അവൻ എപ്പോ ഉപയോഗിക്കുന്ന അച്ഛൻ ഉപയോഗിച്ച അതേ ശബ്ദം, അതേ ഭാവം, നവരസങ്ങൾ വരെ അവൻ എത്തിച്ചായിരിക്കും അത് പറയുന്നത്. കാരണം അതാണ് ഈ തലമുറയുടെ പ്രത്യേക ഗുണം. ചോക്ക് ഇവിടെ ഇരിക്കുക, മഷി അവിടെ ഇരിക്കുക, വലിച്ചൂറ്റി എടുത്തോളൂ, മുക്കേണ്ട കാര്യമില്ല. അതാണ് അഡ്വാൻസ്ഡ് ആണ് കുട്ടികൾ. അവർക്ക് സംസ്കൃതികൾ പകരുവാൻ നിങ്ങളുടെ ഓരോരുത്തരും ശ്രമിക്കണം. അവരുടെ അറിവുകൾ കൂടുതൽ പരിപോഷിപ്പിക്കുവാനും അവരിൽ വന്നു ചേരുന്ന അറിവുകൾ ഇന്ന രീതിയിലുള്ള ദൂഷ്യവശങ്ങളെ മറന്ന് മനസ്സിലാക്കുവാനും മൂല്യാധിഷ്ഠിതമായത് എന്തോ അതവർ നേടിയെടുക്കുവാനും കഴിയട്ടെ. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഓരോ മുറം തരുന്നു. ആ മുറം വെച്ച് പാറ്റി കിഴിച്ചു നോക്കി നേടിയെടുക്കുക. പൊടിയും കല്ലും പതിരും പറത്തിക്കളയുക. എല്ലാവരും വിദ്യാഭ്യാസത്തിൽ ഉയരുക. വിദ്യ ദിവ്യമായതാണ്. ദിവ്യമായ വിദ്യയിലൂടെ ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പറയപ്പെടുന്ന കൾച്ചറുകളിൽ ഈ സംസ്കൃതിയെ മുഴുവനും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ആ സംസ്കൃതി ലോകോത്തരമായ കാർഷിക സാധാരണ സംസ്കൃതിയുമായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.